ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാസം മുന്നേ നടന്ന ധീരവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അത് ഇടാൻ വൈകിയത് വേറൊന്നുമല്ല, അത് അതിന് ശേഷം കുറേ വീഡിയോസ് വന്നപ്പോൾ ഇതിങ്ങനെ ബാക്കിലായിട്ട് വിട്ടുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ധീരവിൻ്റെ ബർത്ത്ഡേ നമ്മൾ പയ്യോളി രസ്നേച്ചിൻ്റെ വീട്ടിൽ നിന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ബർത്ത്ഡേ കേക്കൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ വൈകിട്ട് അങ്ങോട്ട് ചെന്നാണ്. അവൻ 2-3 ദിവസമായി ഇപ്പം ബർത്ത്ഡേ ആയതുകൊണ്ടല്ല, സ്കൂൾ കൂട്ടിയതുകൊണ്ട് രസ്നേച്ചിയുടെ വീട് താമസിക്കാൻ പോയതായിരുന്നു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് സൈത്തേട്ടൻ വിളിച്ചു, നമുക്കിങ്ങനെ ചെറിയൊരു ആഘോഷം നടത്താമെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യണം. തൻവിയുണ്ട്, ഋതുവുണ്ട്, ഒരു ചോക്ലേറ്റൊക്കെ അടിച്ചു മാറ്റിയിട്ട് കീശ തപ്പി നടക്കുന്നു. പോക്കറ്റില്ലാത്ത ഡ്രസ്സായി പോയിട്ടത്. അപ്പോൾ ഇത് അവനൊരു ചോക്ലേറ്റ് ആ പ്ലേറ്റിൽ നിന്ന് അടിച്ച് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതെവിടെയോ ഒളിപ്പിച്ച് വെക്കുകയാണ്. ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ജീവനാണ്. അതുപോലെ തന്നെ ജീവനാണ് രസ്നേച്ചിനെ, നിച്ചൂടനെ, നൈതുവിനെ, സൈത്തറിനെ. എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് അവൻ ആദ്യമായി എന്നെ വിട്ട് നിന്നത് തന്നെ അവരുടെ അടുത്താണ്. ഒരു 9 ദിവസത്തോളം 10 ദിവസത്തോളം ഉണ്ടെന്ന് തോന്നുന്നു. ജാനീനെ ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് അവൻ അവരുടെ അടുത്താണ്. വെറും 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, 2.5 ഒന്നും ആയിട്ടില്ല. അപ്പോഴുള്ള ഒരു സംഭവം, ജാനിക്കൊരു പനി വന്ന സമയത്ത് അവിടെ നിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കേക്ക് കട്ട് ചെയ്യാണ് എല്ലാവരും കൂടെ, അമ്മയും പിള്ളേരൊക്കെ ഉണ്ട്. നിച്ചൂട്ടൻ ഇപ്പോൾ പഴയതുപോലെ ഇവരെ ഗ്യാങ്ങിൽ നിൽക്കുന്നില്ല, വലിയതായത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഋതൂട്ടനാണ് മെയിൻ റോള്. കേക്കിൻ്റെ ഒരു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്തി പിടിക്കാൻ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിച്ചു പിള്ളേരൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫുഡൊക്കെ കുറച്ച് എന്തൊക്കെയോ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് കൊടുക്കലിൻ്റെ തിരക്കിലാണുള്ളത് എല്ലാവരും. പ്രത്യേകിച്ച് ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. അമ്മ, ദീപി ചേച്ചി, പിള്ളേർ, എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്നവർ തന്നെയുള്ളൂ. ഞങ്ങൾ ഒരു ഫാമിലിയിൽ ഉള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. പുറകിൽ വേറെന്തോ ടി വിയിൽ എന്തൊക്കെയോ വീഡിയോ ഒക്കെ പ്ലേ ആയിട്ടിട്ടുണ്ട്. ഋതൂട്ടൻ്റെ വായ തുറന്ന് വെച്ചെടുത്തിലുള്ളത്. ജാനി അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ സൈത്തേട്ടനുണ്ട് എൻ്റെ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നേ. എപ്പോഴും ഉള്ളതാ, ഞാൻ ഉറപ്പായിട്ട് റിപ്പോർട്ട് അടിക്കുമെന്ന് പറഞ്ഞിട്ട് വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ 2 തവണയായുള്ള ബർത്ത്ഡേകൾക്കൊക്കെ രഞ്ജേട്ടൻ നാട്ടിലുള്ളതുകൊണ്ട്, അതായത് മെയ് ആ ഒരു ടൈമിൽ നാട്ടിലുണ്ടാകുമ്പോൾ ധീരവിൻ്റെ ബർത്ത്ഡേക്കും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങളുടെ ആനിവേഴ്സറി, ഇനിയിപ്പോൾ ആനിവേഴ്സറിയാണ് വരാൻ പോകുന്നത്. പിന്നെ ഇതാ ദീപ്തി ചേച്ചിക്ക് വയൽ വെച്ച് കൊടുക്കുകയാണ്. സൈത്തേട്ട ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് വേഗം ഫുഡ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റൊക്കെ സെറ്റാക്കാൻ പോവുകയാണ്. ഒന്നുമില്ല, കുറച്ച് നേരമുള്ള കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വീഡിയോയിൽ. അങ്ങനെ എന്താ കേക്ക് കട്ടിങ്ങൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ലേ പിള്ളേരിത് ഒരു കോലത്തിലാക്കി മാറ്റും. ആദ്യം ചോക്ലേറ്റ് എടുത്ത് മാറ്റണം, പിന്നെ കേക്ക്. ഞാനത് എൻ്റെ മേക്ക് ഓവറിന് ശേഷം ഞാൻ ഇവരെയൊക്കെ ഫ്രണ്ടിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. എൻ്റെ മുടി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇതാ ഗിഫ്റ്റ് കൊടുക്കലാണ്. ഋതൂട്ടനോടും ജാനിയോടും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഋതൂട്ടൻ വേറെ കേക്കിൻ്റെ മുഴുകി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വരുന്ന വഴിക്കൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് നമ്മൾ ഇത്തിരി ലേറ്റായിപ്പോയി. വാങ്ങിക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ കാണാം എന്താണ് ഗിഫ്റ്റ് എന്ന്. പിള്ളേർക്കൊക്കെ ചോക്ലേറ്റ് കണ്ടാൽ പിന്നെ ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പം മധുരം വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് മധുരമുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചായ പോലും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കലില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിക്കാമെന്ന് പറയുന്നുണ്ട്. ജാനിയും നിങ്ങൾക്ക്
നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഈ കേക്ക് കട്ടിങ് എന്നെ കണ്ടിട്ട്? പിള്ളേർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഋതുട്ടൻ അതിൻ്റെ അടുത്ത് നിന്ന് വെറുതെ തോണ്ടി തോണ്ടി എല്ലായിടത്തു നിന്നും വായിലിടുന്നുണ്ട്. ഫുള്ളായിട്ടൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അതാ ഗിഫ്റ്റ് എന്തെന്നാണെന്ന് നോക്കുകയാണേ. നമ്മളൊരു സ്കൂൾ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അഡിഡാസിൻ്റെ ഒരു സ്കൂൾ ബാഗ് വാങ്ങിച്ച്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ മേടിക്കുകയാണെങ്കിൽ അവൻ ഇനി എന്തായാലും ഈ ഒരു 10 മാസത്തേക്ക് ഇനിയിപ്പോൾ ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, യൂണിഫോമിലായിരിക്കും. പിന്നെ എന്തിനാണ് അപ്പോൾ ഒരു ബാഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ബാഗ് വാങ്ങിച്ചു. ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ജസ്റ്റ് ഫുഡ് കഴിക്കാം. എന്നിട്ട് കുറച്ച് സമയം വർത്താനം പറഞ്ഞിരുന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. നാളെ പണിക്കാരുണ്ട്, അതുകൊണ്ട് എന്തായാലും ഇന്ന് ഇവിടെ നിൽക്കാനൊന്നും ഒക്കത്തില്ല. ഇങ്ങനെ പറയുന്നുണ്ട് രസേച്ചി പിള്ളേരും കൂടെ ഇവിടെ നിന്നോന്ന്. പിന്നെ ഇതാ നമുക്കിനി ആനിവേഴ്സറീൻ്റെ ഇതൊക്കെ പ്ലാൻ ചെയ്യണ്ടേന്നൊക്കെ പറഞ്ഞ് രഞ്ജേട്ടൻ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇത് അൽഫാമുണ്ട്, പൊറോട്ടയുണ്ട്, കുബൂസ് ഉണ്ട്, സാലഡ് ഉണ്ട്. ഇതൊന്നുമല്ല, ഇനിയും ഐറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞ് സൈത്തേട്ടൻ പറയുന്നുണ്ട്. അവരെല്ലാം ഒന്ന് പാത്രത്തിലാക്കി ഇങ്ങ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ച് വന്നതാണ്. കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടെ വർത്താനം പറഞ്ഞിരുന്ന് പിന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കുക ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നുമില്ല, കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബർത്ത്ഡേ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫുഡ് വേറെ എന്ത് ഐറ്റംസാണ് ഉള്ളതെന്നും കൂടെ കാണിക്കാം. ഇതാ നെയ്പ്പത്തിലുണ്ട്, നെയ്പ്പത്തിലും പുട്ടും പിന്നെ ചിക്കൻ കറിയും പിന്നെ ഒരു കൊഞ്ച് മുളകിട്ടതും കൂടിയുണ്ട്. അതിവിടെ ഉണ്ടാക്കിയതാണ്. ബാക്കി ഐറ്റംസൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ ധീരവൻ്റെ ബർത്ത്ഡേ വിശേഷം. എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചിരുന്ന് നമ്മളെ വീട്ടിലേക്കും അവർ ചെക്കോട്ട് കസാറിലേക്കും വിട്ടു.